നമസ്കാരം. എല്ലാ മാസവും ടോപ്പ് 10 കാറുകളുടെ ലിസ്റ്റ് എടുക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നൊരു പ്രതിഭാസം എന്ന് പറയുന്നത് എന്തായാലും വാഗണാർ ഈ ഒരു ടോപ്പ് 5 ഉണ്ടായിരിക്കും. ക്രെറ്റ എന്തായാലും ഉണ്ടായിരിക്കും. നെക്സോൺ ഉണ്ടായിരിക്കും. ടാറ്റയുടെ പഞ്ചും തീർച്ചയായിട്ടും ഈ ടോപ്പ് 5 എന്തായാലും വരുന്ന ഒരു വാഹനം തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ബലീനോ ആവറേജ് ഒരു 14,000-13,000 യൂണിറ്റൊക്കെ വിറ്റ് എപ്പോഴും ഈ ഒരു ടോപ്പ് 10 ചാർട്ടിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നല്ല സെയിൽ നേടുന്ന രീതിയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ വാഗണാറിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും ഡിസയറിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും അതിനകത്തൊക്കെ കൂടുതൽ ടാക്സി പർപ്പസിലേക്ക് CNG വാഹനങ്ങൾ പോകുന്നത് കൊണ്ട് അതിൻ്റെ നമ്പർ കൂടെ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു ടോട്ടൽ നമ്പർ വരുന്നത്. അപ്പോൾ ടോപ്പ് 10 കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്കും ഈ നമ്പറും കൂടെ ആഡ് ചെയ്യും. പക്ഷേ ബലീനോയുടെ കേസിൽ അങ്ങനെയല്ല. ബലീനോ എന്തായാലും കൺസിഡർ ചെയ്യുന്നത് ഫാമിലി പർപ്പസിന് വേണ്ടിയിട്ട് തന്നെയാണ്, പ്രൈവറ്റ് യൂസിന് വേണ്ടിയിട്ട് തന്നെയാണ്. പക്ഷേ ബലീനോ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. തീർച്ചയായിട്ടും ഈ ഒരു വ്ലോഗ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. കാരണം ബലീനോ തന്നെയാണ് ഗ്ലാൻസയ്ക്ക് 6,000, 5,500, 7,000 അറൗണ്ടൊക്കെ സെയിൽ നടക്കുമ്പോൾ ബലീനോയ്ക്ക് അതിൻ്റെ ഡബിൾ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരേ പ്രോഡക്റ്റ് രണ്ട് വാഹന നിർമ്മാണ കമ്പനികൾ വിൽക്കുമ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസം, ഇപ്പോൾ പ്രോഡക്റ്റിലല്ല വ്യത്യാസം, ആ വാഹന നിർമ്മാണ കമ്പനിയോടുള്ള ഒരു അപ്രോച്ചിലാണ്. സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് ഒരുപാട് ഈ ഒരു കാർ ബൈയിങ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. തീർച്ചയായിട്ടും ബലീനോ വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഈ വീഡിയോ ഒന്ന് കാണുക. എൻജിൻ ബേയുടെ മറ്റൊരു വ്ലോഗിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഇന്നത്തെ ഈ വ്ലോഗും ഈ ഒരു കോണ്ടൻറ്റൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എന്തുകൊണ്ടാണ് ഈ ഒരു കോണ്ടന്റ് എടുത്തത് എന്ന് ചോദിച്ചാൽ, ഈ ഒരു വാഹനത്തിന് വളരെ കുറേ കാലമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഇതിൻ്റെ ഒരു സെയിൽ നമ്പർ ഓൾമോസ്റ്റ് നല്ല രീതിക്ക് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അത്രത്തോളം നല്ലൊരു വാഹനമാണോ എന്നൊരു ചോദ്യം വളരെയധികം പ്രോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എസ്തെറ്റിക് സെൻസിലേക്ക് നോക്കാം. അപ്പോൾ ഭംഗി എന്ന് പറയുന്നത് ഒരാളുടെ കണ്ണിലാണ്, കാഴ്ചക്കാരൻ്റെ കണ്ണിലാണ് ഭംഗിയെന്ന് നമുക്കതറിയാം. അത് ഓരോ വ്യക്തിക്കും അനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. പക്ഷേ ഗ്ലാൻസയും ബലീനോയും സൈഡ് ബൈ സൈഡായിട്ട് നിർത്തിയിട്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഭംഗി ഗ്ലാൻസയ്ക്ക് തന്നെയാണ്. ഇതിൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ്. ചിലർക്ക് ചിലപ്പം വിരുദ്ധമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ടായിരിക്കാം. പക്ഷേ സൈഡ് ബൈസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ നിന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിലും പേഴ്സണലി ഗ്ലാൻസ് കുറച്ചും കൂടെ പ്രീമിയമായിട്ട് എനിക്ക് തോന്നി എന്നുള്ളത് സത്യം തന്നെയാണ്. പക്ഷേ ഗ്ലാൻസയും ബലീനയും സെയിം വാഹനമാണ് എന്നുള്ളൊരു സത്യം, യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, ബലീനോ എന്ന് പറയുന്നത് മാരുതി സുസുക്കിയുടെ ബ്രാൻഡിൽ നിന്ന് വരുന്നൊരു വാഹനമാണ്. മാരുതിയുടെ വാഹനങ്ങളാണെങ്കിൽ നല്ല റീസെയിൽ വാല്യൂ കിട്ടും. അതുമാത്രമല്ല മാരുതിയുടെ വാഹനങ്ങൾക്ക് ഒരുപാട് സർവീസ് സെൻറ്ററുകളുടെ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട് തന്നെ ഇഷ്ടംപോലെ അത് നമുക്കൊരു സർവീസ് ചെയ്യാൻ കഴിയും. അതുമാത്രമല്ല ഗ്ലാൻസയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ബലീനോയ്ക്ക് പ്രൈസും കുറവാണ്, കമ്പാരിറ്റീവ്ലി പ്രൈസും കുറവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് സർവീസ് കോസ്റ്റ് ഗ്ലാൻസയ്ക്കുള്ള അത്രയും ഈ വാഹനത്തിനില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ആളുകൾ അങ്ങനെ ചിന്തിക്കും എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആളുകളുടെ സൈക്കോളജിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് മാരുതിയുടെ വാഹനമാണെന്നുണ്ടെങ്കിൽ നല്ല റീസെയിൽ കിട്ടും, സ്പെയർ പാർട്സിൻ്റെ അവൈലബിലിറ്റി തീർച്ചയായിട്ടും ഉണ്ടാകും, സർവീസ് കോസ്റ്റ് കുറവായിരിക്കും, പിന്നെ മൈലേജിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല മൈലേജ് നൽകും എന്നുള്ളതാണ്. ഇതാണ് പ്രാഥമികമായിട്ട് ആളുകൾ നോക്കുന്നത്. നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമ്മൾ ആദ്യമേ നോക്കേണ്ട പ്രധാനപ്പെട്ട എന്ന് പറയുന്നത്, ഇന്നത്തെ കാലത്തൊരു വാഹനം വാങ്ങിയിട്ട് പോർച്ചിൽ വെറുതെ ഇട്ടിട്ട് ഭംഗിക്ക് വേണ്ടി കൊണ്ടു നടക്കുക എന്നുള്ളതല്ല. വാഹനം വാങ്ങിച്ചാൽ അത് കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം. ഉപയോഗിച്ച് തന്നെ അതിൻ്റെ മൂല്യം നമ്മൾ അനുഭവിക്കണം. വാഹനത്തെ അബ്യൂസ് ചെയ്യുക എന്നുള്ളതല്ല, നമ്മുടെ ആവശ്യങ്ങൾക്ക് ആ വാഹനം ഉപയോഗിക്കണം എന്നുള്ളത് പ്രധാനമായിട്ടും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തോടുള്ള ഒരു റെസ്പെക്റ്റ് തന്നെയാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബലീനോ എന്ന് പറയുന്ന വാഹനത്തിലേക്ക് പോകുന്ന ആളുകൾ തീർച്ചയായിട്ടും ആ ഒരു വാഹനത്തിൻ്റെ മൈലേജ് ഫിഗേഴ്സാണ് പ്രധാനമായിട്ടും നോക്കേണ്ടത്. ഇപ്പം ARI സർട്ടിഫൈ ചെയ്യുന്ന മൈലേജ് എന്ന് പറയുന്നത് 22.35 കിലോമീറ്ററാണ്. എങ്ങനെ ഓടിച്ചാലും നിങ്ങൾക്കൊരു സിറ്റിയിലൊക്കെ എങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഒരു 16 കിലോമീറ്ററൊക്കെ കിട്ടും. ഹൈവേയിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ 20 എബോ തീർച്ചയായിട്ടും കിട്ടും. അത് നമ്മുടെ ഡ്രൈവിംഗ് പാറ്റേണൊക്കെ അനുസരിച്ചിരിക്കും. പിന്നെ ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് നോക്കാം. എഞ്ചിൻ വളരെ നല്ല എഞ്ചിൻ തന്നെയാണ്. ഇഗ്നിസിൻ്റെ അത്ര പെപ്പി ആയിട്ടുള്ളൊരു എഞ്ചിൻ കാര്യങ്ങളൊന്നുമല്ല. K12M അല്ല, ഇത് K12N എന്ന് പറയുന്ന എഞ്ചിനാണ്. അപ്പോൾ K12M എന്ന് പറയുന്ന എഞ്ചിൻ്റെ ലോ എൻഡും മിഡ് എൻഡൊക്കെ വളരെ നല്ലതാണ്. പക്ഷേ K12N എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹൈ എൻഡ് ടോർക്കിനെയൊക്കെ അല്ലെങ്കിൽ ഹൈ എൻഡ് ഗിയറിലൊക്കെ അത്യാവശ്യം നല്ല ടോർക്കും നല്ല പെർഫോമൻസ് ഒക്കെ നൽകുന്ന എഞ്ചിൻ തന്നെയാണ്. പക്ഷെ മോശം എന്നുള്ളതല്ല. 1197 cc ആണ്, 4 സിലിണ്ടർ എഞ്ചിനാണ്. അത്യാവശ്യം പവർ നൽകുന്ന ഒരു വാഹനം തന്നെയാണ്. 6000 RPM എടുക്കണം 88.50 bhp അച്ചീവ് ചെയ്യാനായിട്ട്. അതാണ് ഏറ്റവും ടോപ്പായിട്ടുള്ള ഈ ഒരു വാഹനത്തിൻ്റെ പവർ എന്ന് പറയുന്നത്. അപ്പോൾ 6000 RPM എന്നൊക്കെ പറയുമ്പോഴത്തേക്കും
നല്ല രീതിക്ക് ഒരു 5th ഗിയറിലൊക്കെ ചെന്നാൽ മാത്രമാണ് ആ ഒരു RPM അച്ചീവ് ചെയ്യുകയുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു 4000 RPMലൊക്കെ കിട്ടുന്ന ഒരു ടോർക്കല്ല ഒരു മാക്സിമം bhp എന്ന് പറയുന്നത് ഏകദേശം ഒരു 70-75 ആ ഒരു റേഞ്ചൊക്കെ ആയിരിക്കും. പിന്നെ മാക്സിമം ടോർക്ക് എന്ന് പറയുന്നത് 4400 RPM ആണ്. അതിൽ 113 Nm ടോർക്കാണ് വരുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും എൻജിൻ മോശമല്ല, വളരെ നല്ല റിഫൈൻഡ് ആയിട്ടുള്ള എൻജിനാണ് K12N എന്ന് പറയുന്നത്. K12M പോലെ കുറച്ചും കൂടെ റവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ എന്താ പെപ്പി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫൺ ടു ഡ്രൈവ് ആസ്പെക്റ്റിൽ കാണുന്ന ഒരു എൻജിനല്ല ഇത്. പക്ഷെ നല്ല എൻജിനാണ്, മികച്ച എൻജിനാണ്, മികച്ച മൈലേജും നൽകുന്നുണ്ട്. എൻജിനും ഗിയർ ബോക്സും തമ്മിലുള്ള കെമറാട്രി അതിപ്പം AMT ആണ്, മാരുതി തന്നെ വിളിക്കുന്നത് AGS എന്നുള്ള രീതിക്കാണ്, അതും വളരെ മികച്ച തന്നെയാണ്. പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷൻ, നിങ്ങൾ ഈ എപ്പോഴും ഞാൻ എൻ്റെ വീഡിയോസിൽ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഇരിപ്പ് സുഖം വേണ്ടേ, നല്ല സീറ്റിംഗ് പൊസിഷൻ വേണ്ടേ. നമ്മൾ എപ്പോഴും ഉയർന്ന നിൽക്കുന്ന പ്രതലത്തിൽ നിന്നും ഒരു താഴ്ന്ന കുഴിയിലേക്ക് ഇരിക്കുന്ന അവസ്ഥയിലാണ് ഈ ഒരു വാഹനത്തിൽ ഇരിക്കുമ്പോൾ ഉള്ളത്. ഈ ഒരു വാഹനത്തിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തും, അതായത് ഇൻഗ്രസും എഗ്രസും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ്. അതിൽ ഞാനൊരു വാഹനം കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് സേഫ്റ്റിയാണ്. അത് മാറ്റിവെക്കാം. അതിനേക്കാൾ ഉപരി എന്ന് പറയാൻ കഴിയില്ല, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സീറ്റിംഗ് പൊസിഷനാണ്. വാഹനത്തിൽ കയറിയിരുന്നാൽ ക്ലസ്ട്രോഫോബിക് ഫീൽ ഇല്ലാത്ത രീതിയിൽ നല്ല ഹൈ പൊസിഷനിൽ സീറ്റിംഗ് പൊസിഷനിൽ ഇരുന്ന് വാഹനം ഓടിക്കുക അല്ലെങ്കിൽ യാത്ര ചെയ്യുക എന്നുള്ളത് തീർച്ചയായിട്ടും ഞാൻ കൺസിഡർ ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബലീനോയിൽ തീർച്ചയായിട്ടും സീറ്റിംഗ് പൊസിഷൻ വളരെ ശോകമാണ്. ഞാനൊരു വാഹനത്തിൽ ഒരുപാട് യാത്ര ചെയ്തിട്ടുള്ളതാണ്. അതുമാത്രമല്ല ബാക്കിലേക്ക് ഇരിക്കുന്ന ആളുകൾ, ഇപ്പം അത്യാവശ്യം വണ്ണമുള്ള ഒരാളാണ് ബാക്കിലിരിക്കുന്നതെങ്കിൽ ഈ വാഹനം നിർത്തിയിട്ട് ഇറങ്ങാൻ നേരത്ത് അവർ കഷ്ടപ്പെടും. ആരെങ്കിലും കയ്യിൽ പിടിച്ച് ഉപ്പ് ചെയ്താൽ മാത്രമാണ് അവർക്ക് ഇറങ്ങാൻ കഴിയുകയുള്ളൂ. ആ ഒരു രീതിക്കാണ് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷൻ. അപ്പം നമ്മൾ പറയും അതിന് ഡിസൈൻ ലാംഗ്വേജ് അങ്ങനെയാണ് എന്നുള്ളത് കൊണ്ടാണ്. ആ ഒരു ഡിസൈൻ ലാംഗ്വേജ് ഇന്ത്യൻ സാഹചര്യത്തിൽ അത്ര കണ്ട് യോജിക്കുന്ന ഒരു ഡിസൈൻ ലാംഗ്വേജ് അല്ല. ഈ സീറ്റിംഗ് പൊസിഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഫാബ്രിക് ക്വാളിറ്റി ഒന്നും അപ് ടു ദ മാർക്ക് എന്നുള്ള രീതിക്ക് എനിക്ക് പറയാൻ കഴിയില്ല. കാരണം ഈ ഒരു പ്രൈസ് പോയിന്റിൽ കുറച്ചും കൂടെ നല്ലൊരു ഫാബ്രിക് ക്വാളിറ്റി ഒക്കെ കൊടുക്കാൻ കഴിയും എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. 6 ലക്ഷം മുതൽ 9,10,000 വരെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. പിന്നെ പാർട്ട് ഷെയറിങ്, ഇപ്പോൾ മാരുതിയുടെ മിക്കവാറും എല്ലാ വാഹനങ്ങളിലും കാണുന്ന ആ സെയിം കീ ഫോബ്, സെയിം സ്വിച്ചുകൾ, അതുപോലെ സ്റ്റിയറിങ്ങിൻ്റെ ബട്ടൺസ്, ഇങ്ങനെയുള്ളതെല്ലാം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾമോസ്റ്റ് ഇതിന് താഴെ, അതായത് അറീന ഷോറൂമിൽ കൊടുക്കുന്ന വാഹനങ്ങളുടെ ചില പാർട്സ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അംശങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിലും കാണാം. പ്രീമിയം സെഗ്മെൻറ്റിൽ നിൽക്കുന്ന ഒരു വാഹനം എന്നുള്ള രീതിക്ക് നെക്സയിൽ വിൽക്കുമ്പോൾ കുറച്ചും കൂടെ നല്ല രീതിക്കുള്ളൊരു എർഗണോമിക്സ് ഒക്കെ ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്, ഇന്ത്യൻ സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം തന്നെയാണ്. 169 മില്ലിമീറ്ററാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് എന്ന് പറയുന്നത്. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് 5 പേര് കയറിയിരുന്നാൽ ഈ 169 മില്ലിമീറ്റർ എന്നുള്ളത് കുറച്ചും കൂടെ കുറഞ്ഞിട്ട് ഒരു 155 മില്ലിമീറ്റർ ആ ഒരു രീതിയിലേക്കൊക്കെ തീർച്ചയായിട്ടും വരും. പക്ഷേ SUV വാഹനങ്ങളിൽ നമ്മൾ നോക്കുകയാണ്, ഫോർ എക്സാമ്പിൾ ഇപ്പം ബൊലേറോ എന്ന് പറയുന്ന ഒരു വാഹനം, അതിന് 180 മില്ലിമീറ്റർ മാത്രമാണ് ഗ്രൗണ്ട് ക്ലിയറൻസ്. അതിനകത്ത് 7 പേര് കയറി ഇരുന്നാൽ പോലും ഈ 180 നിന്നും ഒരു 177 മില്ലിമീറ്റർ ഒക്കെ മാക്സിമം ഡിഫറൻസ് വരികയുള്ളൂ. ഇവിടെ അങ്ങനല്ല, 169 മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിൽ 5 പേര് കയറി ഇരുന്നാൽ തീർച്ചയായിട്ടും ഒരു 157 അല്ലെങ്കിൽ 158 ആ ഒരു റേഞ്ചിലേക്കൊക്കെ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറയും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നമ്മുടെ ഇന്ത്യൻ സാഹചര്യത്തിൽ നമ്മൾ ഒരു വാഹനം ഓടിച്ച് ഇപ്പോൾ ഏതെങ്കിലും ഒരു പ്രത്യേക സ്ഥലത്തെത്തി അവിടെ നിന്ന് ഉള്ളിലുള്ള റോഡുകളിലേക്ക് കയറി ഏതെങ്കിലും ഒരു വീടിൻ്റെ ഗേറ്റൊക്കെ കയറുന്ന സമയത്ത്, ആ ഗേറ്റിലൂടെ കയറുന്ന സമയത്ത് അവിടെ ഒരു ഹമ്പോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അടിമുട്ടും എന്നുള്ളൊരു കാര്യം 100% ഉറപ്പാണ്. വരുമ്പോഴത്തേക്കും പിന്നീട് നമ്മുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള യാത്രകളിലൊക്കെ ഈ ഒരു വാഹനത്തിന് അടിമുട്ടുമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതലമാണോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചായിരിക്കും ഇത്തരം വാഹനങ്ങൾ പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്. ഇപ്പോൾ നമ്മളൊരു സ്ഥലത്തോട്ട് പോവുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ പോവുകയാണ്, ആ വീട്ടിലെ ആ വഴികൾ ഏതാണ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണെന്ന് നമുക്കറിയില്ല. നമുക്ക് ധൈര്യമായിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. കാരണം അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇത്തരത്തിലുള്ള റോഡാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നൊരു ആകുലതയിലായിരിക്കും നമ്മൾ പോകുന്നത്. അപ്പോൾ ഗ്രൗണ്ട് ക്ലിയറൻസ് ഈ ഒരു വാഹനത്തിന് വളരെ കുറവാണ്. അത് പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്, നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട ഘടകം തന്നെയാണ്. പിന്നെ ഒരു കാര്യം എന്ന് പറയുന്നത് പെയിൻറ്റ് ക്വാളിറ്റി. ഈ നെക്സ ബ്ലൂ എന്ന് പറയുന്ന ആ പെയിൻറ്റിന് സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് സ്ക്രാച്ചുകൾ എടുത്തറിയും. നോർമലി ഈ ഒരു വാഹനത്തിൻ്റെ പെയിൻറ്റ് ക്വാളിറ്റി എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നോക്കുകയാണെങ്കിൽ 2 വർഷമൊക്കെ ആയിട്ടുള്ള വാഹനത്തിൻ്റെ പെയിൻറ്റ് അവിടെ എവിടെയൊക്കെ, ഫോർ എക്സാമ്പിൾ ഡോറ് അടയ്ക്കുന്ന സ്ഥലത്ത് ആ എഡ്ജിലുള്ള പെയിൻറ്റൊക്കെ വളരെ തിന്നായിട്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോകുന്ന രീതിയിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ പെയിൻറ്റ് ക്വാളിറ്റിയും കുറച്ചും കൂടെ ബെറ്റർ ആക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊരു പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു വാഹനമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു വാഹനം ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ
നെക്സ ഷോറൂമിലൂടെ വരുന്ന പല വാഹനങ്ങളെയും പ്രീമിയം കാറ്റഗറിയിൽ പെടുത്താൻ കഴിയുമോ എന്നുള്ളൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ പ്രീമിയം സെഗ്മെൻറ്റിലുള്ളൊരു വാഹനം മേടിക്കാനുള്ള ഒരു ആംഗിളിൽ പോകുന്ന ആളുകൾ അവർക്ക് ആ ഒരു പ്രീമിയം നെക്സയിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? ആക്ച്വലി ബലീനോയുടെ കേസിൽ നമ്മൾ തീർച്ചയായിട്ടും അത് ചിന്തിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ വാഹനത്തിന് എഞ്ചിൻ നല്ലതാണ്, പ്ലാറ്റ്ഫോം നല്ലതാണ്, 6 എയർ ബാഗ് ഇപ്പോൾ സ്റ്റാൻഡേർഡ് ആക്കിയിട്ടുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ മികച്ചതാണ്. എന്നാൽ പോലും ബോഡി ക്വാളിറ്റിയും ബിൽഡ് ക്വാളിറ്റിയും ഡിഫറൻസ് ആണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി നല്ലതാണ്, ബോഡി ക്വാളിറ്റി അത്ര കണ്ട് നല്ലതാണോ എന്നുള്ളത് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള ഒരു ഘടകം തന്നെയാണ്. കാരണം പ്രീമിയം നേച്ചറിൽ വരുന്ന ഒരു വാഹനത്തിന് ലഭിക്കേണ്ട പ്രീമിയം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിനുണ്ടോ, സീറ്റിംഗ് കംഫർട്ട് ഉണ്ടോ, ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ടോ എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. പ്രധാനമായിട്ട് ഈ ഒരു വാഹനത്തിൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് എഞ്ചിനാണ്. എഞ്ചിൻ വളരെ മികച്ച എഞ്ചിനാണ്, വളരെ റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിനാണ്, സൈലൻ്റ് ആണ്. പിന്നെ മെയിൻ്റനൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വലിയ കാര്യമായിട്ടുള്ള മെയിൻ്റനൻസ് വരാത്ത മെക്കാനിക്കൽ ഒരു സൈഡാണ് ഈ ഒരു വാഹനത്തിനുള്ളത്. അത് വളരെയധികം ഒരു പ്ലസ് പോയിന്റ് ആണ് ഈ ഒരു വാഹനത്തിന്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും കുറച്ച് കോസ്റ്റ് കട്ടിങ് അവിടെ ഇവിടെയൊക്കെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ, അതിൻ്റെ മൈലേജ്, പിന്നെ AMD ട്രാൻസ്മിഷന് പൊതുവേ മറ്റുള്ള AMD ട്രാൻസ്മിഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും മാരുതിയുടെ AGS കുറച്ചും കൂടെ ബെറ്റർ ആണ്. അപ്പം അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്കും ഈ ഒരു പ്രൈസ് പോയിന്റിൽ ഈ ഒരു വാഹനം ഓക്കെയാണ്. പക്ഷേ പ്രാക്ടിക്കലി നമ്മൾ ഉപയോഗിക്കാൻ വേണ്ടി മേടിക്കുന്ന ഒരു വാഹനത്തിന് ഉപയോഗിക്കുമ്പോൾ ലഭിക്കേണ്ട ചില അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ. സീറ്റിംഗ് പൊസിഷൻ, കംഫർട്ട്, അല്ലെങ്കിൽ ലോങ് ഡ്രൈവ് ഒക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന ഛർദ്ദിക്കാനുണ്ടാകുന്ന ആ ഒരു ഫീല്, അത്തരത്തിൽ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സീറ്റിംഗ് കംഫർട്ട് കാര്യങ്ങളൊക്കെ. പിന്നെ ക്ലസ്ട്രോഫോബിക് ആയിട്ടുള്ള ഫീൽ എന്ന് പറയുന്നത് ഇപ്പം ഈ ഒരു വാഹനത്തിൻ്റെ ഡിസൈൻ ലാംഗ്വേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് കട്ട്സ് ആൻഡ് ക്രീസ് ഒക്കെ ഉണ്ട്. അത് മാത്രമല്ല വിൻഡോ ഏരിയ ഒക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ബ്ലൈൻഡ് സ്പോട്ട്സ് വളരെയധികം കൂടുതലാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച്, ഇപ്പം 360 ഡിഗ്രി ക്യാമറ ഒബ്വിയസ്ലി ഉണ്ട്, അത് ശരിയാണ്. എന്നാൽ പോലും ടെക്നോളജിയേക്കാൾ ഉപരി ഡ്രൈവറുടെ ഒരു അവെയർനെസ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു വാഹനം തിരിക്കുന്ന സമയത്തൊക്കെ ആണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് ഈ വിൻഡോയിലൂടെ അല്ലെങ്കിൽ ക്വാർട്ടർ ഗ്ലാസ്സിലൂടെയൊക്കെ നമുക്ക് പുറത്തുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു ഡിസൈൻ ലാംഗ്വേജ് ഈ ഒരു വാഹനത്തിനുണ്ട്. എന്നിരുന്നാൽ പോലും എഞ്ചിൻ നല്ലതാണ്, ട്രാൻസ്മിഷൻ അത് AGS ആണ്. AGS എന്ന് കമ്പനി വിളിക്കുന്നേ ഉള്ളൂ. മറ്റുള്ള കമ്പനികളുടെ AMD ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ബെറ്റർ ആണ് മാരുതിയുടെ AGS എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിൽ ബലീനോ എടുക്കാൻ പോകുന്ന ആളുകൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കുക. ഞാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് കുറച്ചും കൂടെ ഹൈ സീറ്റിംഗ് പൊസിഷനുള്ള, അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ളൊരു എഞ്ചിൻ, നല്ല സേഫ്റ്റി ഉള്ളൊരു എഞ്ചിൻ, അത്തരത്തിലുള്ള വാഹനങ്ങളിലേക്ക് പോകുക എന്നുള്ളതാണ്. ബലീനോയുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന ശരിക്കും ബലീനോ തന്നെയാണ് ഈ ഫ്രോങ്സ് എന്ന് പറയുന്ന വാഹനം. അതിന് കുറച്ചൊക്കെ ഒരു യൂറോപ്യൻ മാർക്കറ്റിലുള്ള എസ്ക്രോസിൻ്റെ മുഖഭാവം കൊടുത്തിട്ട് കുറച്ചൊരു റഗ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു SUV കൈൻഡ് ഓഫ് ഡിസൈൻ അല്ലെങ്കിൽ ഒരു ഫ്രണ്ട് ഫേഷ്യ കൊടുത്ത് ആ ഒരു വാഹനത്തെ മറ്റൊരു സെഗ്മെൻറ്റായിട്ട്, ഫോർ എക്സാമ്പിൾ SUV എന്ന് പറയുന്ന കാറ്റഗറിയിലൊക്കെയാണ് ഈ ഒരു വാഹനത്തെ പലരും കൺസിഡർ ചെയ്യുന്നത്. അത്തരത്തിൽ അതിന് നിലനിർത്തുന്നു എന്നേ ഉള്ളൂ. രണ്ടും ഒരു വാഹനം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു വാഹനം മേടിക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് വാങ്ങിക്കുക. വാഹനം വാങ്ങിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു പണം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായെങ്കിൽ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നല്ല നല്ല വ്ളോഗ്സ് കൊണ്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിനും ഒരിക്കൽ കൂടെ നന്ദി. നമസ്കാരം.